എറണാകുളം ചേന്ദമംഗലം കൂട്ടക്കൊലക്കേസിൽ പ്രതി ഋതു ജെയിനെ 5 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. പറവൂർ മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി. പ്രതി സമാന രീതിയിലുള്ള കുറ്റകൃത്യം ആവർത്തിക്കാൻ സാധ്യതയുണ്ടെന്ന് കസ്റ്റഡി അപേക്ഷയിൽ പോലീസ് ചൂണ്ടിക്കാട്ടിയിരുന്നു. പോലീസ് പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യുന്നതോടൊപ്പം അടുത്ത ദിവസം സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. ചേന്ദമംഗലത്ത് ഒരു കുടുംബത്തിലെ 3 പേരെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ റിമാൻഡിലായിരുന്ന പ്രതി ഋതു ജെയിനെ ഉച്ചയ്ക്ക് 2:30 പറവൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തിച്ചത്. അതീവ സുരക്ഷയിലാണ് പ്രതിയെ കോടതി മുറിയിലേക്ക് കൊണ്ടുപോയത്. 5 ദിവസത്തേക്ക് പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് പോലീസ് സമർപ്പിച്ച അപേക്ഷ കോടതി അംഗീകരിക്കുകയായിരുന്നു. മിനിറ്റുകൾക്കുള്ളിൽ കോടതി നടപടികൾ പൂർത്തിയാക്കിയതിനെ തുടർന്ന് പ്രതിയെ വടക്കേക്കര പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. പ്രതി സമാന രീതിയിലുള്ള കുറ്റകൃത്യം ആവർത്തിക്കാൻ സാധ്യതയുണ്ടെന്ന് കസ്റ്റഡി അപേക്ഷയിൽ പോലീസ് ചൂണ്ടിക്കാട്ടിയിരുന്നു. വിചാരണ വേളയിൽ പ്രതി കടന്നുകളയുമെന്ന് സംശയിക്കുന്നുവെന്നും പ്രതി പുറത്തിറങ്ങിയാൽ കേസ് ദുർബലപ്പെടുമെന്നും കസ്റ്റഡി അപേക്ഷയിലുണ്ട്. ആദ്യ ദിവസം പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. തുടർന്ന് തെളിവെടുപ്പ് നടത്തും. സംഘർഷ സാധ്യത കണക്കിലെടുത്ത സ്ഥലത്ത് പോലീസിനെ വിന്യസിച്ച ശേഷമായിരിക്കും പ്രതിയെ എത്തിക്കുക. പേരേപ്പാടം കാട്ടിപ്പറമ്പിൽ വേണു, ഭാര്യ ഉഷ, മകൾ വിനീഷ എന്നിവരെയാണ് പ്രതി കൊലപ്പെടുത്തിയത്. ഗുരുതരമായി പരിക്കേറ്റ വിനീഷയുടെ ഭർത്താവ് ജിതിൻ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. കൈരളി ന്യൂസ്, കൊച്ചി.